പറയുന്ന നടൻ എല്ലാവർക്കും സുപരിചിതനായ മലയാളികൾക്ക് ഒരിക്കലും പരിചയപ്പെടുത്തേണ്ടതില്ലാത്തതാണ്. രാജു എന്തുകൊണ്ട് ഫുട്ബോളിലേക്ക് ഒരു നിക്ഷേപവുമായി വരുന്നു? ഫുട്ബോളിൽ കേരളത്തിൽ തന്നെ കൊച്ചി ഒരു ടീമായിട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു? മലബാറും കോഴിക്കോടും കുറച്ചുകൂടി ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരുണ്ട്. എന്തുകൊണ്ട് കൊച്ചി തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് ഫുട്ബോളിൽ ഇങ്ങനെ ഒരു നിക്ഷേപം നടത്തി? സത്യത്തിൽ ഇങ്ങനെ ഒരു ഫുട്ബോൾ ലീഗ് എന്നുള്ളത് എന്റെ ഐഡിയ ഇല്ല. ഈ കേരള സോക്കർ ലീഗ് എന്ന് പറയുന്ന ഈ ഫുട്ബോൾ ലീഗ് ഫ്രാഞ്ചൈസ് അത് ഡിസൈൻ ചെയ്യപ്പെടുന്നത് നവാസ് നേതൃത്വത്തിലുള്ള ഒരു തിങ്ക് ടാങ്കിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായി അവരുടെ പ്രയത്നത്തിന്റെ ഭാഗമായി വന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഡൊമസ്റ്റിക് സ്പോർട്ടിംഗ് അറീനയിൽ സ്പോർട്ടിംഗ് സിനാരിയോയിൽ ഒരു ഭാഗമാകാൻ, ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ, ഒരു പേട്രൺ എന്ന നിലയിൽ ഭാഗമാകാൻ എനിക്ക് ഇതൊരു അവസരമാണ്. ആ അവസരം എന്നിലേക്ക് ആദ്യം എത്തുന്നത് ഒരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥതയിലുള്ള സാധ്യത എന്ന രീതിയിലാണ്. അപ്പൊ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിൽ എത്തുമ്പോൾ കേരള സൂപ്പർ ലീഗിൽ 6 ടീമുകൾ ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അതിൽ കൊച്ചിൻ ടീമിന്റെ ഭാഗമാകാൻ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം എനിക്കുണ്ട് എന്നുമാണ് എന്റെ മുന്നിലേക്ക് ആദ്യം എത്തിപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഇൻവോൾവ്മെന്റ്. അങ്ങനെയാണ് ഞാൻ കൊച്ചിൻ ടീമിന്റെ ഭാഗമായി മാറുന്നത്. ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 6 ടീമുകളും സോക്കർ ഗ്രൗണ്ടിൽ മാത്രമാണ് കമ്പീറ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ടിന് വെളിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന 6 ടീമുകളാണ്. കാരണം ഈ ലീഗ് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഈ 6 ടീമുകളുടെയും ഞങ്ങളുടെയും എല്ലാം തന്നെ ഏറ്റവും ആദ്യത്തെ ആവശ്യം. അതിനാണ് നിങ്ങളുടെയൊക്കെ പിന്തുണയും വേണ്ടത്. സോക്കർ മാത്രമല്ല, ഇപ്പോൾ ഇതുപോലൊരു ക്രിക്കറ്റ് ലീഗ് വരുന്നുണ്ട്. നാളെ മറ്റേതെങ്കിലും ഒരു സ്പോർട്ടിംഗ് ആക്ടിവിറ്റിയിൽ ഇത്തരം ഒരു സ്ട്രക്ചേർഡ് ആയിട്ടൊരു ലീഗ് വരികയാണ്. അതിൽ ഭാഗമാകാൻ എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഐ ബി മോർ ദാൻ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. ആത്യന്തികമായിട്ട് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ഓഫ് സ്പോർട്സ് ഇൻ കേരള എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇതിൽ ബിസിനസ് ഇൻവോൾവ് ആണ്, ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കണം. പക്ഷെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ഒരു ഫസ്റ്റ് സീസണിലൊന്നും ചിലപ്പോൾ നടന്നു വരില്ല. റൈറ്റ് നൗ ആ പ്രയോറിറ്റി ഈസ് ഒരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗ് കേരളത്തിൽ ഉണ്ടാവുക. അതിലൂടെ കേരളത്തിലെ പ്ലെയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ അവർക്ക് അതിലും വലിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് വഴിതെളിയിക്കുന്നത്, അതിന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളൊരു സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. അപ്പോ ഈ പ്രത്യേക ക്രിക്കറ്റിനോട് ഭയങ്കര കണക്റ്റഡായിട്ടുള്ള ആളുകളെയാണോ? കാരണം ക്രിക്കറ്റ് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഫുട്ബോളിനോട് പേഴ്സണൽ കണക്ഷനും ഒരു ഇമ്പാക്ട് ഉണ്ടോ ശരിക്കും ഈ ലീഗ് തുടങ്ങാനും? സോക്കർ കളിക്കാൻ ശ്രമിച്ച് പരാജയമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് സ്കൂൾ കാലയളവിൽ. പക്ഷെ അതല്ലാതെ ഫുട്ബോൾ കാണാറുണ്ട്. സോക്കർ കണ്ടു വളർന്ന ഒരുപാട് മലയാളികളുടെ കൂട്ടത്തിൽ ഒരു മലയാളി തന്നെയാണ് ഞാൻ. എന്റെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. കുട്ടിക്കാലത്ത് സോക്കർ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആനുവൽ ഇവന്റ് പോലെയാണ് ഞങ്ങൾക്ക്. ചേട്ടനോ അതെ ഞാനോ. പക്ഷെ പറഞ്ഞ ശരിയാണ്, ഞാൻ കുറച്ചുകൂടെ കളിക്കാൻ അറിയാവുന്നത്, കുറച്ചുകൂടെ ഒരു പാഷനായി പേഴ്സ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് എന്ന സ്പോർട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇതുപോലൊരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗിന്റെ ഭാഗമാകാനാണ്. അതുകൊണ്ട് ഞാൻ ഓപ്പർച്യൂണിറ്റി എടുത്തു. ഞാൻ മോർ ദാൻ ഹാപ്പി ടു ബി വർക്കിംഗ് വിത്ത് ദീസ് റിയലി ഗ്രേറ്റ് പ്രൊഫഷണൽസ്. മാർക്കുമാണെങ്കിലും അതെ, ജോപ്പോൾ സാറാണെങ്കിലും അതെ, ഇനി ഒരുപാട് പേരാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. നമ്മുടെ പ്ലെയേഴ്സ്, നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫ്, കോച്ചിങ് സ്റ്റാഫ്, എന്റെ കോ ഓണേഴ്സ് എല്ലാവരും. അപ്പൊ അതിന്റെ ഭാഗമായി നിൽക്കുന്നതെന്ന് മാത്രം. അതല്ലാതെ ഒരു ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാൾ എന്തുകൊണ്ട് സോക്കർ തിരഞ്ഞെടുത്തു എന്നുള്ളതിന് എന്റെ ഇവിടെ പ്രസക്തി. നാളെ ക്രിക്കറ്റിന്റെ ഭാഗമാകാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജു നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ലീഗ്സ് ഉണ്ട്. ISL ഉണ്ട്, അല്ലെങ്കിൽ പ്രോ കബഡി ലീഗ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. വയനാട് KSLK വരുന്നു, കേരള പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് വരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണികളെ ആകർഷിക്കാൻ പറ്റും? പലപ്പോഴും എല്ലാവരും TV-യിൽ വിദേശ ലീഗുകളൊക്കെ കാണുന്നവരാണ്. ആ നിലവാരത്തിലുള്ള കളിയാളുകൾ പ്രതീക്ഷിക്കാം. നമ്മൾ തന്നെ രാജുവിനെ പറഞ്ഞാൽ ഇതൊരു പ്യൂർ ലീഗായി മാറുമെന്നാണ് പ്രതീക്ഷ എന്ന് പറയുന്നു. എങ്ങനെയായിരിക്കും നമുക്ക് കാണികളെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും? സിനിമ പോലെ തന്നെയാണ് ആക്ച്വലി. നല്ല സിനിമ എടുക്കാനേ നമുക്ക് സാധിക്കും. പിന്നെ കാണികൾ തിയേറ്ററിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഈ ലീഗ് ലോകോത്തര നിലവാരത്തിൽ അത് സംഘടിപ്പിക്കാനും ഇപ്പൊ ഫോഴ്സ കൊച്ചി എന്ന കൊച്ചിയുടെ ടീം മാത്രമല്ല, മറ്റ് 5 ടീമുകളും നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ട്രെയിനിങ് രീതികളും ഒരു ടീമിന്റെ സ്ട്രക്ചറിങ്ങും ഒക്കെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഈ ലീഗിന്റെ ഭാഗത്ത് നിന്നുമുണ്ട്. ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ വേണം ഒരു ടീം സ്ട്രക്ചർ ചെയ്യാൻ. അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഒരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗിന്റെ എക്സ്പീരിയൻസ് കാണികൾക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. സ്വാഭാവികമായും ആദ്യത്തെ വർഷമാണ്. ആദ്യ വർഷം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിലൂടെ നേടും എന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം
അവർ ഹോപ്പ് ആൻഡ് ആഗ്രഹം എന്ന് പറയുന്നത് ഇതിനെ ആ ദിശയിലേക്ക് നയിക്കണം എന്ന്. അതിന് ഞങ്ങൾ എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് എന്റെ ഭാഗത്തു നിന്നും ടെക്നിക്കൽ സപ്പോർട്ടൊന്നും ഇവർക്ക് ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ ഈ സംരംഭത്തിലെ ഒരു ഇൻവെസ്റ്ററാണ്, ഒരു കോ ഓണറാണ്. ആൻഡ് ഐ എം പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരം ഒരു സോക്കർ ലീഗിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ ചിന്ത കേരളത്തിൽ പിറന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സോക്കർ ലീഗ്, എന്തുകൊണ്ടാണ് ISL 45% വ്യൂവർഷിപ്പ് കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ISL ഏറ്റവും വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ടീമുകളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സായി മാറുന്നത്? കേരളത്തിലെ ഫുട്ബോൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വലിയ വികാരം തന്നെയാണ്. ആ വികാരത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത്തരം ഒരു വലിയ സോക്കർ ഫാൻ കമ്മ്യൂണിറ്റി കേരളത്തിൽ ഉണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തരം ഒരു വലിയ ലീഗ് വലിയ ഇൻവെസ്റ്റ്മെന്റോടുകൂടി വലിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ടായത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിൽ സ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പോർട്ട് സോക്കർ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അത് കേരളത്തിന്റെ മുഴുനീള ഭാഗങ്ങളിൽ, ജില്ലകളിൽ സോക്കറിന് ഒരു പ്രത്യേക ഒരു കണക്ട് ഉണ്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ആയിട്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പൊ ആ സ്കില്ലിന് അവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സിന് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുക എന്നൊരു വലിയ ഓണർ, ഒരു വലിയ പ്രിവിലേജ് കൂടി ഞങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. ഇപ്പം പല ക്ലബിൽ കളിച്ചിട്ടുണ്ട്, ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. കേരളത്തെ പോലെ ഫുട്ബോൾ ഭ്രാന്തന്മാരുടെ ഒരു നാട്ടിൽ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരുമായിട്ടാണ് ഇതിന് കളി പഠിപ്പിക്കാൻ പോകുന്നത്. അത് വിദേശത്ത് നിന്ന് വന്ന ഒരു കോച്ചിന്റെ ഒപ്പം. എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസിനെ താങ്കൾ കാണുന്നത്? അത് ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സിനോട് ഞാൻ കളിക്കുന്ന കാലത്ത് ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സുകളുണ്ടായിരുന്നു പുറത്തുനിന്ന്. പക്ഷെ നമുക്ക് ഇവരെ അഡ്ജസ്റ്റ്, അതായത് കളിക്കുന്നതും കോച്ചിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. കളിക്കുമ്പോൾ നമ്മൾ കോച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇവിടെയാകുമ്പോൾ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് അത് പ്ലേയേഴ്സുമായിട്ട് ഇപ്പോൾ എൻ്റെ ചീഫ് കോച്ചുണ്ട്, അവർ കോച്ചുമായ ചർച്ച ചെയ്ത് ഏതൊക്കെ പ്ലേയേഴ്സ്, അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ പുറത്തുനിന്ന് പറയുന്നത് നമ്മൾ SLK കുറിച്ച് പറയുമ്പോൾ തന്നെ, അതായത് നല്ല പ്രൊഫഷണൽ അപ്രോച്ചാണ് കുറച്ച് നമ്മൾ കാണുന്നത്. ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് SLK. ഇപ്പോൾ ഈ പുറത്തുനിന്ന് പ്ലേയേഴ്സും ഇന്ത്യൻ പ്ലേയേഴ്സും അവരെ നല്ലപോലെ മിങ്കിൾ ചെയ്യിച്ച് കളിക്കാൻ അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വരുത്തണം. ഫുട്ബോൾ കുറച്ച് ടൈം എടുക്കും. ഇതിപ്പോൾ നമ്മൾ ഷോർട്ട് പീരീഡാണ്. അതും എനിക്ക് തോന്നുന്നു നല്ലൊരു നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നില്ല. പുള്ളിയേറെ ആക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. കാരണം ഇവ നമ്മുടെ ISL വരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നമ്മൾ കളി നടക്കട്ടെ. അതിനുശേഷം നമുക്ക് ഈ വർഷം നമ്മളിപ്പോൾ പ്രതി പറഞ്ഞ പോലെ ഇതൊരു തുടക്കമാണ്. ഇവിടെയാണ് നമ്മുടെ കളികൾ കണ്ട് കാണികൾ വരണം. അതാണ് നമുക്ക് ഏറ്റവും അതൊരു നമുക്ക് എപ്പോഴും പിക്ചർ ഉണ്ടായിരിക്കണം. അതായത് SLK നല്ലൊരു ലീഗായി മാറും എന്നുള്ളത് നമുക്ക് വിശ്വാസമുണ്ട്. എന്തായാലും ഈ വർഷത്തെ കളികൾ നല്ല കളികൾ തന്നെയായിരിക്കും. 6 ടീമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുവിധം നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അതായത് കേരളത്തിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന, അതായത് കേരളത്തിൻ്റെ ഫുട്ബോൾ നമ്മൾ കൊണ്ടുവരാനാണ് നോക്കുന്നത് ഇന്ത്യയിൽ. അതിനുള്ള ഒരുപാട് പ്ലേയേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ക്ലബുകൾക്കും നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് നല്ലപോലെ നടക്കട്ടെ. നല്ല സ്പീഡാണ്. അതായത് ആ ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിക്കേണ്ടി വരികയാണ്. അതായത് ഫുട്ബോളിന് നല്ലപോലെ കാഴ്ചപ്പാടുണ്ട്. ഫുട്ബോൾ കളിച്ചിട്ടേ പറഞ്ഞാലും ഫുട്ബോൾ ചെറുതായിട്ട് എന്തായാലും ഉണ്ടായിരിക്കും പെട്ടെന്ന്. എന്തായാലും പിന്നെ ആളുടെ ബോഡിയുള്ള കോർപ്പറേറ്റ്സ് ഉണ്ട്, അവരൊക്കെ നല്ലപോലെ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അതായത് ഒരാൾ തിരിച്ചറിയാൻ ഫുട്ബോളിന് ഇഷ്ടം തന്നെയാണ് ഒരാൾ ഒരു ഇതിലേക്ക് വരില്ലല്ലോ. എന്തായാലും പൃഥ്വിരാജിന് എന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫോഴ്സർ കൊച്ചിയുടെ ഒരു കോർണറായി മാറിയിരിക്കുന്നത്. ഇപ്പം നിലവിൽ കേരള ഫുട്ബോൾ അസോസിയേഷനും അതുപോലെ തന്നെ AFF ഇവർ 2 പേരും സ്കൗട്ട് ചെയ്ത പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് നമ്മുടെ ഈ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടത്തിയിട്ടുള്ളത്. അതിൽ മുൻഗണന കേരള പ്ലേയേഴ്സിനാണ്. കേരള പ്രീമിയർ ലീഗ് കളിച്ച അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ISL അതുപോലെ തന്നെ I ലീഗോ കളിച്ച പ്ലേയേഴ്സിനാണ് മുൻഗണന കൊടുത്തിട്ടുള്ളത്. ഇത് തുടക്കമായതുകൊണ്ട്
ഇപ്പം ഐ ലീഗ് തേർഡ് ഡിവിഷനും അതുപോലെ തന്നെ ISL ഒക്കെ ഒരേ വിൻഡോയിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രൊസീജിയർ SLKയുടെയും അതുപോലെ തന്നെ തേർഡ് ഡിവിഷൻ്റെതും അതുപോലെ ISLൻ്റെതൊക്കെ ഓരോ വിൻഡോയിൽ വന്നതുകൊണ്ട് പല കളിക്കാരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. അതേസമയം ഈ വിൻഡോയിൽ വരാത്ത കളിക്കാരാണ് SLKയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഏറ്റവും മികച്ച സന്തോഷ് ട്രോഫി പോലെയുള്ള ടൂർണമെൻറ്റുകളിൽ കളിച്ച പ്ലെയേഴ്സും അതുപോലെ തന്നെ ഓരോ ടീമിലും 6 ഫോറിനേഴ്സും അതിൽ 4 ഫോറിനേഴ്സിന് ഒരേ സമയം കളിക്കാം. അതേപോലെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് യൂത്ത് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 6 പ്ലെയേഴ്സിനെ അണ്ടർ 23-ലുള്ള പ്ലെയേഴ്സിനെയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓരോ ടീമും അതുപോലെ എടുക്കുന്നു. അപ്പം മൊത്തം ഒരു 30ഓളം പ്ലെയേഴ്സിന് കോച്ചിങ് കിട്ടുന്ന ഒരവസ്ഥയിലാണുള്ളത്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യൂറോപ്യൻ ഒരു മാതൃകയിലുള്ള ഒരു ഫിലോസഫി ആയിരിക്കും ഈ ടൂർണമെൻറ്റിൽ വർക്കൗട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള പ്ലെയേഴ്സിന് കൂടുതൽ നല്ല ശൈലിയിൽ കളിക്കാനുള്ള ഒരു അവസരമാണ് ഇതിൽ സൃഷ്ടിക്കപ്പെടുന്നത്. We always try to look at the positive. Then we had 1 week with the players. It was a good week. I could assess the players, and now we have 2 more weeks. And I look forward to these 2 weeks. Of course, the more time you have, the better, of course. But I think we'll be in a good shape for the first match. I think we'll have a competitive team. It's not the first time I play against John Gregory. I had a chance to play against him 2 times in AFC Cup. Then we're looking forward, and hopefully I think we'll be in a good shape for the first match. വേറെ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും. ഞങ്ങളും അതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാജേട്ടന്റെ പോലെ തന്നെ ഫിലിം ഫീൽഡിലുള്ള ആരെങ്കിലും ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാംസ് ആരാധകരെ ആകർഷിക്കാം. സെപ്റ്റംബർ 7-ാം തീയതിയാണ് ലീഗിന്റെ തുടക്കം. ആദ്യ ദിവസത്തെ മാച്ച് എന്ന് പറയുന്നത് മലപ്പുറവും കൊച്ചിയും തമ്മിലാണ്. അന്നൊരു വലിയ രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് സെറമണിയും പെർഫോമൻസസും ഒക്കെ തന്നെ ഉണ്ടാകും. തുടർന്നും ഉള്ള മാച്ചുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ഡിസ്കഷൻ തന്നെയാണ്. ഇനിയും വരും കാലങ്ങളിൽ അത്തരം ഒരു സിംബിയോസിസ് ഉണ്ടാവുകയും കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ വലിയ ഇവന്റായി മാറുകയും ചെയ്യുന്ന വിദൂരമല്ലാത്തൊരു ഭാവിയാണ് ഞങ്ങളുടെയൊക്കെ സ്വപ്നം. അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ടീമിന്റെ ഒരു ഘടന 25-അംഗ ടീം. 25-അംഗ ടീമില് 6 വിദേശ താരങ്ങള്, അണ്ടർ 23-ലെ 4 താരങ്ങള്, 9 ഇന്ത്യൻ താരങ്ങൾ, 6 മലയാളി താരങ്ങൾ. അങ്ങനെയാണ് ഇതിന്റെ ഘടന. അപ്പോൾ 25-അംഗ ടീമിൽ 6 മലയാളി താരങ്ങളും അണ്ടർ 23-ലെ താരങ്ങളും ഉൾപ്പെടെ 10 മലയാളി താരങ്ങൾ 25-അംഗ ടീമിൽ മിനിമം ഉണ്ടാകും. അപ്പോൾ ഈ 25-അംഗ ടീമിൽ 10 മലയാളി താരങ്ങൾ വീതം 6 ടീമിൽ വരുമ്പോൾ 60 മലയാളി താരങ്ങൾക്ക് വരും. മലയാളി താരങ്ങൾക്ക് ഇത്രയധികം പ്രൊമോഷനും ഇത്രയധികം അവസരവും സമകാലിക ഫുട്ബോളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ജോപ്പോൾ ഇതിനെ കാണുന്നത്? വർഷങ്ങളായി കളിക്കളത്തിലും അതിനുശേഷവും തുടരുന്ന ഒരാളുടെ രീതിയിൽ മലയാളി താരങ്ങൾക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റി വരുന്നതിനെ എങ്ങനെ കാണുന്നു? മലയാളി താരങ്ങൾ നമുക്ക് ഇവിടെ ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ 6 വിദേശ താരങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് പ്ലേയേഴ്സിലാണെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. പക്ഷെ നമ്മൾ അതിന് പോയിട്ടില്ല. പിന്നെ കേരളത്തിലെ പ്ലേയേഴ്സിനെ ഇവിടെ കേരളത്തിലെ പ്ലേയേഴ്സിനെ കളിക്കാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാറ്റ്ഫോമില്ല. അപ്പോൾ അവർ നമ്മൾ പരമാവധി നമ്മളെ SLKയിൽ കൊണ്ടുവരിക, അവരെ കളിപ്പിക്കാനും നോക്കും. ഈ 60 പ്ലേയേഴ്സ് ഇപ്പം നമ്മൾ പറയുന്നത് ഒരുപാട് പ്ലേയേഴ്സ് കേരളത്തിൽ നമുക്ക് ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ SLK വന്നതുകൊണ്ട് ഒരുപാട് കേരള പ്ലേയേഴ്സിനെ വന്നു. കാരണം 4 പ്ലേയേഴ്സ് കഴിഞ്ഞത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അണ്ടർ 23 കമ്പൽസറിയാണ് 2 പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഡെവലപ്മെന്റ് കുട്ടികളെ നമുക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ പിന്നെയുള്ള കേരള പ്ലേയേഴ്സ്, അത് യൂണിവേഴ്സിറ്റി കളിച്ചവരാവോ കേരള സ്റ്റേറ്റ് കളിച്ചവരാവോ അവർക്കൊക്കെ നമുക്ക് ചാൻസ് കൊടുക്കണം. അവരൊരു പ്രൊഫഷണൽ അല്ലായിരുന്നു. എല്ലാവർക്കും ജോലി കിട്ടിയെന്ന് വരില്ല. പക്ഷെ അതൊരു പ്രൊഫഷണലായിട്ട് എടുക്കുകയാണെങ്കിൽ കേരള പ്ലേയേഴ്സിന് ഒരുപാട് ചാൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ അതായത് ഇവിടുന്ന് നമുക്ക് ISLലേക്ക് വേണമെങ്കിൽ പ്ലേയേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കേരള പ്ലേയേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിന് മുൻപാണ് കാരണം കേരള പ്ലേയേഴ്സിനെ തന്നെയാണ് അധികം കൊടുക്കുന്നത്.